ദേശീയപാത 4 വരിപാതയാക്കി വികസിപ്പിച്ച് ടോളിനത്തിൽ കോടികൾ പിരിച്ചെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും സർവീസ് റോഡുകൾ പലയിടത്തും ഇപ്പോഴും കടലാസിൽ തന്നെ. പറപ്പുകര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ വരെയുള്ള ഭാഗത്ത് ഇതുവരെയായും സർവീസ് റോഡുകൾ നിർമ്മിച്ചില്ല. ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ സെന്റർ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതയുടെ ഇരുഭാഗത്തും സർവീസ് റോഡ് നിർമ്മിക്കാത്തതിനാൽ മേഖലയിൽ അപകടങ്ങൾ പതിവായി. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ കാൽനട സൈക്കിൾ യാത്രക്കാരടക്കമുള്ള പ്രദേശവാസികൾക്ക് അതിവേഗ പാതയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മേഖലയിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാട് മൂടിക്കിടക്കുകയാണ്. റോഡ് നിർമ്മാണം ഉടനെയൊന്നും ഉണ്ടാകില്ലെന്ന പരോക്ഷമായി സൂചന നൽകിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് അധികൃതർ ഏതാനും വർഷം മുൻപ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുവഴി ദേശീയപാത അതോറിറ്റി തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നതെന്നാണ് ആക്ഷേപം. ഈ സർവീസ് റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോ തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമാണ്. ഹൈവേ അതോറിറ്റി ഇത് ശക്തമായ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. കൊളത്തൂർ പാടത്ത് സർവീസ് റോഡിന് പകരം റെയിൽ ഗാർഡുകളും മയിൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്തത്. പരാതികളേറുമ്പോൾ ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കുകയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുകയുമല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ല. മേഖലയിൽ യു-ടേൺ സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇതുമൂലം 1 കിലോമീറ്റർ ദൂരം പോകാൻ ഓട്ടോ വിളിക്കുന്നവർക്ക് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായി ജംഗ്ഷനിലെത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട ഗതികേടാണുള്ളത്. 3 കിലോമീറ്ററൊക്കെ വളഞ്ഞു പോയിട്ട് വേണം 50 രൂപ ഒരു സർവീസ് റോഡ് പണിതിട്ട് നമുക്ക് വളരെ ഉപകാരം. കൊളത്തൂർ വെള്ളപ്പാലവും നെല്ലായിക്കടുത്തുള്ള തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ. പാലം പണിയാൻ വേണ്ടി 4 വരെ വാർത്തിട്ടിട്ട് പാലം പണിതിട്ടുമില്ല, ഒരു കാര്യം ചെയ്തിട്ടുമില്ല. 2 സർവീസ് റോഡ് പണിയാനുള്ള സ്ഥലം വരെ എടുത്തിട്ടിട്ട് പാലം പണിതിട്ടില്ല. അതിന് എന്താ ഗവൺമെൻറ്റിൻ്റെ നിലപാട്, അതാണ് നമുക്കറിയേണ്ടത്. തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് പാലത്തിന്റെ ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർ നിർമ്മാണം നടന്നില്ല. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ് ആവശ്യം. TCV കൊടകര.